ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത് രണ്ടാമത്തെ പാഠം കത്തുന്ന മുൾപ്പടർപ്പ് എന്നതാണ്. ഈ ഒരു പാഠപഠനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാ ദിവസവും നമ്മളെ ചിറകൻ മറവിൽ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വൻകൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. വാഗ്ദത്തനും വിശ്വസ്തനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, അവിടുത്തെ തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം. അടിയങ്ങൾ പാഠപഠനത്തിലേക്ക് കടക്കുന്ന സ്തോത്രം. അവിടുത്തെ തിരുസാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അടിയങ്ങൾ പാഠം പഠിപ്പിക്കുമ്പോൾ അവിടുന്ന് അടിയങ്ങളെ ഉറ്റുനോക്കിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം കർത്താവെ അതിൻ്റെ ആഴത്തിലും വ്യാപ്തിയിലും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അവിടുത്തെ കൃപയിലായിരിക്കാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അടിയങ്ങൾ പാഠം പഠിക്കുമ്പോൾ കർത്താവെ സ്തോത്രം, അത് ചന്തവും ഉചിതവുമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവിടുത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. പാഠപഠനത്തിൽ അവിടുത്തെ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാഠം കേൾക്കുന്ന മക്കളെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന അത് ആഴത്തിൽ മനസ്സിലാക്കുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാഠം പഠിപ്പിക്കുന്ന അടിയന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുറ്റുമായി സമർപ്പിക്കുന്ന താഴ്മയായി യാചിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. രണ്ടാമത്തെ പാഠത്തിലേക്ക് നാം കടക്കുന്നു. കത്തുന്ന മുൾപ്പടർപ്പ്. അതിന്റെ മനപ്പാഠവാക്യം: യഹോവ അരുളി ചെയ്തു, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരുടെ സങ്കടങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കാനും ആ ദേശത്തു നിന്ന് അവരെ നല്ലതും വിശാലവുമായ ഒരു ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളാണ് നമുക്ക് മനപ്പാഠവാക്യമായിട്ട് ഉള്ളത്. നാം എല്ലാവരും പാപം ചെയ്തവരാണ്, പാപികളാണ്. റോമരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 23 പറയുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ്. അത്രമേൽ പാപികളായ നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. എങ്കിലും പലരും ആ ദൈവവിളി പൂർണ്ണമായി സ്വീകരിച്ച് അനുസരിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആ സ്നേഹവിളി പൂർണ്ണമായി സ്വീകരിച്ച് ആ വിളി പിന്തുടരുകയാണ് എങ്കിൽ ദൈവം കാണിച്ചു തരുന്ന പാത ഏറ്റവും നല്ല വഴിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ വിളി നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റുകയും ചെയ്യും. പക്ഷേ ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കുന്നത് അത്ര എളുപ്പമല്ല. കാരണം ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു പറയുകയാണ് ബൈബിൾ വചനങ്ങളിലൂടെ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്നതാണ്. അത്രത്തോളം നീതിയുള്ള, ഉയർന്നതും വിശുദ്ധവുമായ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാനും ജീവിക്കുവാനുമാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കുന്നത്, ഉയർന്ന ആ വഴിയിലേക്ക്, വിശുദ്ധമായ ആ വഴിയിലേക്കുള്ള ആ വിളി സ്വീകരിക്കുവാൻ അത്ര എളുപ്പമെന്ന് ആർക്കും സാധിച്ചെന്ന് വരികയില്ല. മേൽത്തരമായുള്ള ഒരു വിളിയായിരുന്നു ദൈവത്തിൽ നിന്നും മോശയ്ക്ക് ലഭിച്ചത്. മോശയ്ക്ക് ദൈവം കൂടിക്കാഴ്ച നടത്തിയത് കത്തുന്ന മുൾപ്പടർപ്പിലൂടെയായിരുന്നു. ഒരു പച്ച മുൾപ്പടർപ്പ് തൻ്റെ മുമ്പിൽ നിന്ന് കത്തുന്നത് വളരെ അത്ഭുതകരമായിട്ട് അവൻ അനുഭവപ്പെട്ടു. ജ്വലന നിയമങ്ങൾ അല്ലെങ്കിൽ തീ കത്തുന്നതിനുള്ള വ്യവസ്ഥകൾ അന്ന് മോശയ്ക്ക് ഒരു പക്ഷേ അറിവില്ലായിരിക്കാമെന്നോ നമുക്ക് അനുമാനിക്കാം. അങ്ങനെ നോക്കിയാൽ പച്ച മുൾപ്പടർപ്പ് കത്തുന്നത് തികച്ചും അത്ഭുതമായി മോശയ്ക്ക് അനുഭവപ്പെട്ടതിൽ സംശയമില്ല. ആ സംഭവം മോശയെ ഉണർത്തി. ദൈവം തന്നെ വിളിക്കുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. പക്ഷേ ഒരു ചെറിയ സംശയം അവിടെ ഉയർന്നു വന്നു. ദൈവത്തിൻ്റെ ആ വിളി മോശ സ്വീകരിക്കുമോ? ആ വിളിയോട് മോശയുടെ പ്രതികരണം എന്തായിരിക്കും?
ആ വിളി മോശയുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സമൂലമായ മാറ്റത്തെ മോശ പരിഗണിക്കുമോ? മോശ ദൈവത്തിൻ്റെ വിളിയോട് എപ്രകാരം മറുപടി പറയും എന്നൊക്കെയുള്ള ഒരു സംശയങ്ങൾ നമുക്കവിടെ കാണുന്നു. ദൈവത്തിന് ഉപകാരമുള്ളവരായി മാറാൻ നമുക്ക് പല വിധത്തിൽ കഴിയും. ദൈവത്തിൻ്റെ വിളി നാം പിന്തുടരണമെന്ന് മാത്രം. ദൈവത്തിൻ്റെ വിളി നാം സ്വീകരിച്ചാൽ ദൈവം നമ്മെ നയിക്കുന്ന വഴി ഏറ്റവും സംതൃപ്തി നിറഞ്ഞതായിരിക്കും. പക്ഷെ നാം അത് തിരിച്ചറിയാതെ ദൈവത്തിൻ്റെ വിളിക്ക് വിപരീതമായി നമ്മുടെ സ്വന്തം വഴി നാം തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ അതിൽ പരം വിഡിതം മറ്റൊന്നുമില്ല. മോശയ്ക്ക് ദൈവിക വിളി വന്നപ്പോൾ ആദ്യം മോശയ്ക്ക് അത് ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ കഴിഞ്ഞില്ല. കാരണം മോശയ്ക്ക് അതത്ര എളുപ്പമായിരുന്നില്ല. ഈ ആഴ്ചയിൽ നാം പഠിക്കുന്നത് മോശയ്ക്ക് ലഭിച്ചതായ ദൈവവിളി, മോശ ദൈവവിളി സ്വീകരിച്ച വിധം, മോശ ദൈവത്തിൻ്റെ നാമം അറിയാൻ ആഗ്രഹിച്ചതിനുള്ള കാരണം, മോശ തൻ്റെ ആ ദൈവവിളി സ്വീകരിക്കുന്നതിൽ മടി കാണിക്കുമ്പോൾ മുന്നോട്ട് വെച്ച ഒഴികഴിവുകൾ ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം മോശയുടെ ആ ഒരു കഥ നമുക്കറിയാം. മോശയുടെ ശൈശവകാലം നമുക്കറിയാം. മിദ്യാനിലെത്തിയ മോശ യൗവനകാലത്തിലും ലളിത ജീവിതമാണ് നയിച്ചിരുന്നത്. മിദ്യാനിലെ പുരോഹിതനായ യിത്രോയുടെ പുത്രിയെ വിവാഹം ചെയ്ത് 2 ആൺമക്കൾ മോശയ്ക്കുണ്ടായി. ഒരു ഇടയനായി 40 വർഷം മോശ ജീവിക്കുകയുണ്ടായി. ഈ 40 വർഷത്തിനിടയിലാണ് മോശയ്ക്ക് ദൈവത്തിൻ്റെ വിളി അനുഭവപ്പെടുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം നാം പഠിച്ചു നോക്കുമ്പോൾ മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയ്ക്കുവാനായി മരുഭൂമിക്കപ്പുറമുള്ള ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് പർവ്വതം വരെ ആടുകളെ കൊണ്ടുചെന്നു. മോശ തൻ്റെ ജോലിയിൽ ഇങ്ങനെ വ്യാപൃതനായിരിക്കവേ ഒരു കത്തുന്ന മുൾപ്പടർപ്പ് കണ്ടു. അത് ദൈവവിളിയായിട്ട് ആദ്യം മോശയ്ക്കത് അനുഭവപ്പെട്ടില്ല. ഒരു മുൾപ്പടർപ്പ് പച്ചയ്ക്ക് നിന്ന് കത്തുന്നുണ്ടല്ലോ. അത് കണ്ടപ്പോൾ മുൾപ്പടർപ്പ് കത്തുന്നുണ്ടല്ലോ, എന്നാൽ അത് വെന്ത് പോകുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ അത്ഭുത കാഴ്ച എന്തെന്ന് നോക്കുവാനായിട്ട് മോശ മുൾപ്പടർപ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇതെല്ലാം അറിയാമായിരുന്ന ദൈവം ആ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായിരുന്നു. മോശ വരുന്നത് ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് കണ്ടിട്ട് മോശയെ ദൈവം വിളിക്കുക. മോശേ മോശേ എന്ന പേർ ചൊല്ലി വിളിച്ചു. അപ്പോൾ മോശ പറഞ്ഞു, ഇതാ ഞാൻ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ദൈവം മോശയോട് പറയുക, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആകയാൽ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് പറഞ്ഞു. മോശ അപ്രകാരം ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാനായിട്ട് ഭയപ്പെട്ട് മുഖം കൈകൊണ്ട് മൂടി. അപ്പോൾ ദൈവം മോശയോട് അരുളി ചെയ്ത വാക്കുകളാണ് നമ്മുടെ ഈ ആഴ്ചത്തെ മനപ്പാഠവാക്യമായിട്ട് നാം പഠിച്ചത്. ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച മോശ പിന്നീടുള്ള സമയങ്ങളിലെല്ലാം ദൈവത്തോടൊപ്പം തന്നെ നടന്നു. മോശയുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. ഒരു നേതാവ് എന്ന നിലയിലേക്ക് മോശ ഒരുക്കപ്പെട്ടു. ആ സമയത്താണ് ഇയ്യോബ്, ഉൽപ്പത്തി പുസ്തകങ്ങൾ എഴുതപ്പെടുന്നത്. വൻവിവാദം, സൃഷ്ടിപ്പ്, വീഴ്ച, ജലപ്രളയം, ഗോത്രപിതാക്കന്മാർ എന്നീ പുസ്തകങ്ങളൊക്കെയും എഴുതി. രക്ഷാപദ്ധതിയെക്കുറിച്ചുള്ള നിർണായക ഉൾക്കാഴ്ചകളും മോശയ്ക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ ജീവനുള്ള ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവും മോശ നേടി. ഈ ലോകത്തിൽ നാശം വിതച്ച പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ ദൈവം എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് എല്ലാ മനുഷ്യരാശിക്കും കൈമാറുവാൻ മോശയെ ദൈവം സഹായിച്ചു. ബൈബിളിൽ ആകമാനം പറഞ്ഞിരിക്കുന്നതായ രക്ഷാപദ്ധതിയുടെ അർത്ഥം തന്നെ മോശ നമുക്ക് നൽകിയ അടിത്തറയാകുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു, നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട്, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത് ഞാൻ നിങ്ങളെയും മിസ്രയീമിൽ അവർ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യമാണിത്. ഇവിടെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശയത് അത്ഭുത കാഴ്ചയായി. അതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുവാനായിട്ട് മുന്നോട്ട് ചെന്നപ്പോൾ ദൈവം മോശയെ വിളിച്ച് സ്വയം പരിചയപ്പെടുത്തി. മാത്രമല്ല, ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന കാര്യം പറയുവാൻ ഏൽപ്പിച്ചപ്പോഴും ദൈവം സ്വയം ഒരു പേര് പറയുന്നുണ്ട്. മൂന്നാമത്, ഇസ്രായേൽ മൂപ്പന്മാരോട് പറയുവാനായിട്ട് മോശയെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോഴും ഉള്ള ഈ 3 സാഹചര്യങ്ങൾ, അതായത്
മോശയ്ക്ക് വേണ്ടി ദൈവത്തെ മോശയോട് പരിചയപ്പെടുത്തുമ്പോഴും, ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന കാര്യങ്ങൾ പറയുമ്പോഴും, ഇസ്രായേൽ മക്കളിലെ മൂപ്പന്മാരോട് പറയേണ്ടുന്ന കാര്യം പറയുമ്പോഴും, ഈ 3 സാഹചര്യങ്ങളിലും, അതായത് പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 6, 15, 16 എന്നീ വാക്യങ്ങളിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവ എന്നതാണ്. കാരണം ഈ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ 3 പേരും ഗോത്രപിതാക്കന്മാർ ആയിരുന്നു. ഈ ഗോത്രപിതാക്കന്മാരുടെ പിൻഗാമികൾ കനാൻ അവകാശമാക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. ഈ വാഗ്ദത്തത്തെക്കുറിച്ച് മോശയ്ക്ക് തീർച്ചയായും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മോശ എന്താണ് ചെയ്യേണ്ടത്, തന്നോടുള്ള ദൈവത്തിൻ്റെ വിളിയുടെ ഉദ്ദേശം എന്ത് എന്നൊക്കെ മോശ തിരിച്ചറിയുന്നതിന് വഴി തുറന്നു കൊടുക്കുകയായിരുന്നു ആ പരിചയപ്പെടുത്തലെന്ന് പറയുന്നത്. മോശയെ എന്തിനു വേണ്ടിയാണോ ദൈവം വിളിച്ചത്, അതിനായി മോശയെ ദൈവം ഒരുക്കുകയായിരുന്നു. ആ കൽപ്പനകളിലൂടെയും സ്വയം പരിചയപ്പെടുത്തലിലൂടെയും ദൈവം മോശയെ ഒരുക്കുകയായിരുന്നു. ആ ജനത്തെ നയിക്കുവാനായിട്ട് ഒരുക്കുകയായിരുന്നു. ആ ഒരു തിരിച്ചറിവ് മോശയ്ക്ക് പൂർണ്ണമാക്കുവാൻ വേണ്ടിയാണ് മുൾപ്പടർപ്പിൽ നിന്നും ദൈവം മോശയോട് പറയുന്നത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളക. കാരണം ആ ഭൂമിയിൽ അപ്പോൾ ഗോത്രപിതാക്കന്മാരുടെ ദൈവമുണ്ട്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിന്റെ ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പർവ്വതം വിശുദ്ധമാണ്, ചെരുപ്പിട്ട് ആ ഭൂമിമേൽ ചവിട്ടരുത് എന്ന് വിശുദ്ധമായതിനാൽ ചെരുപ്പ് മാറ്റിവെക്കാൻ പറയുന്നു. ദൈവത്തെ മോശ ബഹുമാനിക്കേണ്ടതിൻ്റെ ഒരു അടയാളമായിട്ടും നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കുന്നു. മോശയ്ക്കുള്ള ദൗത്യത്തിനായി ദൈവം മോശയെ ഒരുക്കി. എന്നാൽ മോശയ്ക്ക് അതിന് 80 വർഷം വേണ്ടി വന്നു. ദൈവം അത്രനാൾ ക്ഷമയോടെ മോശയ്ക്ക് 80 വർഷം അനുവദിച്ചു കൊടുക്കുകയാണ് അവിടെ ഉണ്ടായത്. തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ എന്നതാണ് തലക്കെട്ട്. പുറപ്പാടിന്റെ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്, അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി എന്നാണ്. വീണ്ടും 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. ഇവിടെ ഈ 2 വാക്യങ്ങളെ നാം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ ദൈവത്തിന്റെ പ്രവേശനം, അതായത് കർത്താവായ ദൂതൻ ആ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത്. അവിടെ കർത്താവിന്റെ ദൂതനായിട്ടാണ് അവിടെ ദൈവത്തിന്റെ വരവ്. എന്നാൽ 4-ാമത്തെ വാക്യത്തില് പെട്ടെന്ന് തന്നെ പറയുന്നു, ദൈവം, അവൻ യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ വിളിച്ചു എന്ന് പറയുന്നു. ഇവ രണ്ടും അർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. ദൂതനെന്നും ദൈവമെന്നതും സാഹചര്യമനുസരിച്ച് ആണ് നാം മനസ്സിലാക്കേണ്ടത്. എനിക്ക് മുമ്പായി എൻ്റെ വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. അപ്പോൾ ദൈവം തൻ്റെ ദൂതനെ ആദ്യമേ അയച്ചു. മോശയുടെ കാര്യത്തിലും അതുപോലെ തന്നെയായിരുന്നു. ആദ്യം ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് സാഹചര്യം മാറിയപ്പോൾ, അതായത് മോശയ്ക്ക് കൽപ്പനകൾ കൊടുക്കേണ്ടുന്ന സമയമായപ്പോൾ അവിടെ ദൈവമായിട്ട്, അവിടെ സാഹചര്യം അനുസരിച്ച്, സന്ദർഭം അനുസരിച്ച് അവിടെ ആ ദൈവത്തിൻ്റെ ദൂതൻ, ദൈവം എന്നുള്ളത് അവിടെ നമുക്ക് പ്രയോഗത്തിൽ വരുന്നു. അതായത് പിതാവായ ദൈവത്തിന്റെ കൽപ്പനകളെ മോശയെ അറിയിക്കുവാൻ വന്ന യഹോവയുടെ ദൂതനായ യേശുക്രിസ്തുവിനെയാണ് ആദ്യ ഭാഗത്ത് ആദ്യ സന്ദർഭത്തിൽ നാം കാണുന്നത്. യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി എന്ന് പറയുന്നത്. 2-ാം സന്ദർഭത്തിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അറിയിക്കുകയാണ്. അതിനായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശു കർത്താവ് പിതാവിന്റെ ദൂതനും കൽപ്പനകൾ അറിയിച്ചപ്പോൾ കർത്താവായ ദൈവവുമായി ആ സന്ദർഭങ്ങളെ അവിടെ കൈകാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 12 വരെ പഠിക്കുമ്പോൾ മിസ്രയീമിൽ അടിമകളായ ഇസ്രായേല്യർക്ക് വേണ്ടി ദൈവം ഇടപെട്ടത് എന്തിനു വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. മിസ്രയീമിലുള്ള ദൈവജനത്തിൻ്റെ കഷ്ടതയും അവരുടെ നിലവിളിയും സങ്കടങ്ങളും ദൈവം അറിഞ്ഞിട്ട് ദൈവം അവരോട് ഇടപെട്ടു എന്ന് പറയാം. അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ദൈവം അവരോട് ഇടപെട്ടു.
മിസ്രൈമ്യരുടെ ദുഷ്ടത ഇസ്രായേലിയരോട് പെരുകിയതിനാൽ ദൈവം അവർക്ക് വേണ്ടി ഇടപെട്ടു. മിസ്രൈമിലെ ഇസ്രായേലിയർക്ക് വേണ്ടി ഫറവോനോട് സംസാരിപ്പാൻ മോശയെ ഒരുക്കുവാനായിട്ട് എല്ലാറ്റിനും ഉപരിയായി ഇസ്രായേൽ ജനം വിശുദ്ധ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടും ദൈവം അവിടെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇസ്രായേലിന്റെ നിലവിളിയാൽ ദൈവം ആശങ്കാകുലനായിരുന്നു. കാരണം ഗോത്രപിതാക്കന്മാരുടെ കാലം മുതൽക്കേ അവർ ദൈവത്തിന്റെ ജനം ആയിരുന്നു. ആ ജനത്തെ മിസ്രൈമ്യർ കഷ്ടപ്പെടുത്തിയപ്പോൾ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം പാലിക്കുവാൻ, അവരെ വിടുവിക്കുവാൻ ദൈവം അവർക്ക് വേണ്ടി ഇടപെട്ടു. മോശയിലൂടെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇസ്രായേലിയർ ദൈവത്തെ അവിശ്വസിക്കുകയും അനുസരിക്കാതിരിക്കുകയും വിശ്വസ്തത കാട്ടാതിരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ദൈവം അവരെ എൻ്റെ ജനം എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അവരോട് വിശ്വസ്തനായിരുന്നു. അവരോടുള്ള അവരുടെ ഗോത്രപിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദത്തം ഇവരോടും നിറവേറുന്നതായിട്ട് വ്യക്തമാണ്. അവരെ വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് അവരെ നയിക്കുകയാണ്. ദൈവം മോശയ്ക്ക് നൽകിയ ദൗത്യം വളരെ വലിയതായിരുന്നു എന്ന് മോശയ്ക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് മോശ ചോദിച്ചത്, ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേല്യരെ മിസ്രൈമിൽ നിന്ന് വിടുവിപ്പാനും ഞാൻ എന്തുമാത്രം ഉള്ളൂ എന്ന്. അതായത് സംഭവിക്കാൻ പോകുന്ന വലിയ കാര്യങ്ങളിൽ തൻ്റെ വലിയ പങ്ക് മനസ്സിലാക്കിയ മോശ തന്നെ പോലെ വിക്കനായ ഒരാളെ എന്തിനാണ് ദൈവം തെരഞ്ഞെടുത്തത് എന്ന് ആശ്ചര്യപ്പെടുകയാണ്. എളിമയോടെ താൻ ഇക്കാര്യങ്ങൾക്ക് യോഗ്യനല്ലല്ലോ എന്ന് പറയാതെ പറയുകയാണ് അവിടെ മോശ ചെയ്യുന്നത്. കർത്താവിനെ അനുഗമിക്കുവാനും അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടായിരിക്കേണ്ട 2 ഗുണങ്ങളാണ്. ഒന്ന്, തൻ്റെ എളിമ, താഴ്മ. രണ്ടാമത്, സ്വന്തം അയോഗ്യതയെക്കുറിച്ചുള്ള ആ ഒരു ബോധവും. ഈ ഒരു വസ്തുതയാണ് മോശയുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. എളിമയുള്ളവർക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാനാകൂ. മീഖയുടെ പുസ്തകം 6:8 പറയുന്നു, മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. യേശുക്രിസ്തു നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ദയാതൽപരരായിരിക്കണം, ന്യായം പ്രവർത്തിക്കണം. ഭൂമിയിൽ ദൈവത്തിൻ്റെ സന്നിധിയായ ഭൂമിയിൽ നാം താഴ്മയോടെ നടക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്രമാത്രം താഴ്മയും വിനയവും നാം അയോഗ്യരാണ് എന്നുള്ളൊരു ബോധവും ഉള്ളവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ പിടിച്ചു നിൽപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിനെ അനുഗമിക്കുവാനും നമുക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അവിടെ നിലനിൽപ്പ് ഉള്ളൂ. ഈ ഒരു താഴ്മാബോധം വേണം. ഞാൻ അയോഗ്യനല്ലായിരുന്നിട്ടും എന്നെ യോഗ്യനാക്കി തീർത്തു എന്നുള്ളതായ ആ ഒരു ബോധവും നമുക്ക് വേണം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് താഴ്മയും അയോഗ്യനാണെന്നുള്ള ബോധവും ഉണ്ടായിരിക്കണമെന്നത് പ്രധാനമായിരിക്കുന്നത് ക്രിസ്തു താഴ്മയുള്ളവനായിരുന്നതിനാലാണ്. അയോഗ്യരായ നമ്മെ സ്വന്തം രക്തത്താൽ യോഗ്യരാക്കി മാറ്റിയതിനാലാണ്. മാത്രമല്ല, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നതും നാം താഴ്മയുള്ളവരായിരിക്കണം എന്നാണ്. ചൊവ്വാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. കർത്താവിൻ്റെ നാമം. പുറപ്പാട്ട് പുസ്തകം 3-ാം അധ്യായം 13 മുതൽ 22 വരെ പഠിക്കുമ്പോൾ ദൈവം തൻ്റെ നാമം അറിയുവാനായിട്ട് മോശയെ ആഗ്രഹിച്ചപ്പോൾ ദൈവം അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമം മോശയെ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്താണ് എന്ന് നമുക്കും നോക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട്ട് പുസ്തകം 3-ാം അധ്യായം 13 പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന 2 വിശേഷണങ്ങളാണ്. ഒന്ന്, പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മളത് മനസ്സിലാക്കി, ഗോത്രപിതാക്കന്മാരുടെ ദൈവം എന്ന്. ഈ പാഠഭാഗത്തിൽ പറയുന്ന പിതാവിൻ്റെ നാമം എന്ന് പറയുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് പിതാക്കന്മാരുടെ ദൈവം എന്ന് വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്നു 16-ാമത്തെ വാക്യത്തിൽ. വീണ്ടും 18-ാം വാക്യത്തിൽ എബ്രായരുടെ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഈ 3 വാക്യങ്ങൾ, അതായത് പിതാക്കന്മാരുടെ ദൈവമെന്നും എബ്രായരുടെ ദൈവമെന്നും ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ആ ഒരു നാമത്തിലും നാം മനസ്സിലാക്കേണ്ടതും ഏറ്റവും ആഴത്തിൽ പഠിക്കേണ്ടതുമായ നാമം യഹോവ ആശേർ യഹോവ എന്നതാണ്. അതായത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന നാമം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 12-ൽ ദൈവം മോശയോട് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറയുന്നു. ഇത് യഹോവ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇതേ വിശേഷണം ക്രിയാരൂപത്തിൽ പ്രയോഗിച്ചിരിക്കുന്നതാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന നാമം. ആദ്യം പറഞ്ഞിരിക്കുന്നത് മോശയോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറയുന്നു. അത് വാഗ്ദത്തമാണ്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നത് വാഗ്ദത്തമാണ്. എന്നാൽ അതിൻ്റെ പ്രവൃത്തി രൂപമാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നതായ നാമം. അതായത് ദൈവം നിത്യനാണ് എന്നർത്ഥം. അടുത്തും അകലെയും ഒരുപോലെ നമുക്ക് അനുഭവപ്പെടുന്ന ദൈവം. അതായത് ദൈവം സ്വർഗത്തിലിരിക്കുന്ന ദൈവം. ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. അതാണ് അകലെ. എന്നാൽ നമ്മെ ചേർത്ത് പിടിച്ച് നമ്മുടെ സങ്കടത്തിലും നമ്മുടെ സന്തോഷത്തിലുമൊക്കെ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മോട് കൂടെ, നമ്മളെ അടുത്തിരുന്ന് നമ്മോട് കൂടെ നടക്കുന്ന ദൈവം. അതാണ് അകലെയും അടുത്തും ഒരുപോലെ ആയിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മനസ്താപവും വിനയവും ഉള്ളവരോടൊപ്പം വസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 3-ൽ പറയുന്നു, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി, എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. അതായത് ആദാം മുതലുള്ള ഗോത്രപിതാക്കന്മാർക്ക് യഹോവ എന്ന നാമം അറിയാമായിരുന്നു. പക്ഷേ അതിൻ്റെ ആഴമേറിയ അർത്ഥം അവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല എന്ന് ദൈവം മോശയോട് പറയുന്നത്. എന്നാൽ സർവശക്തിയുള്ള ദൈവമായി അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത്ഭുതകരമായി വിടുവിക്കുന്ന ദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ബലവാനും ലോകത്തിൻ്റെ അധിപതിയും ശക്തനും എല്ലാത്തിൻ്റെയും സൃഷ്ടാവുമായ ദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സർവ്വവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഇതുവരെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലായിരുന്നു. ദൈവത്തിൻ്റെ നാമം അറിയുക അഥവാ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള സത്യം മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുക എന്നുള്ള വിശ്വസ്തയോടെ ദൈവത്തെങ്കിലേക്ക് വരുന്ന ഏവർക്കും സൗജന്യമായി ഉള്ള ആ രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുക എന്നതാണ്. മറ്റുള്ളവരെ കൂടെ രക്ഷ എന്ന ആ ഒരു വാഗ്ദത്തത്തെക്കുറിച്ച് പഠിപ്പിച്ച് അവരെ കൂടെ രക്ഷയിലുള്ള പാതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക എന്ന് പറയുന്നത്. യോവേൽ പ്രവാചകൻ പറയുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. നാം എല്ലാവരും യഹോവയ്ക്ക് കീഴടങ്ങി ജീവിക്കുന്നവരാകയാൽ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹം പങ്കുവെക്കുന്നവരായും ദൈവഹിതത്തിൽ ജീവിക്കുന്നവരായും മാറണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം ആ ദൈവസ്നേഹം നാം രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. ഓരോ അനുഭവങ്ങളിലൂടെയും ഓരോ ദിവസത്തിലും ദൈവം നമ്മെ കരം പിടിച്ച് നടത്തിയിട്ടുള്ളതിനാൽ തന്നെ നാം ദൈവനാമം വിളിച്ചപേക്ഷിക്കുക തന്നെ വേണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ബുധനാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. 4 ഒഴികഴിവുകൾ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ, അതായത് കഴിഞ്ഞ 2 പാഠഭാഗങ്ങളിൽ, തിങ്കൾ ചൊവ്വ പാഠഭാഗങ്ങളിൽ നാം മനസ്സിലാക്കിയത് മിസ്രയീമിൽ പോയി ഫറവോനെ നേരിടാൻ മോശെ മടിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അതിന് മാത്രം ഞാൻ എന്തുള്ളൂ എന്ന് ദൈവത്തോട് ചോദിക്കുന്നത്. അപ്പോൾ മോശ വിചാരിക്കുന്നത് അവൻ അതിനുള്ള യോഗ്യത ഇല്ല എന്നാണ് മോശ കരുതുന്നത്. അതിന് പല കാരണങ്ങളും മോശ ദൈവത്തോട് പറയുന്നുണ്ട്. ഇതിനു മുൻപ് ഒന്നാമത്തെ കാര്യം മോശ വിക്കനാണ്. രണ്ടാമത്തെ കാര്യം, ഇതിനു മുൻപ് എബ്രായരെ സഹായിക്കുവാനായിട്ട് ഈ മോശ ശ്രമിച്ചപ്പോൾ അവൻ പരാജയപ്പെട്ടു പോയതായ ഒരു അനുഭവം അവന് കിടപ്പുണ്ട്. എങ്കിലും അതിൻ്റെയൊക്കെ പിൻബലത്തിലാണ് ഇവൻ ചോദിക്കുന്നത്, ആ ഒരു സംശയത്തിന്മേലാണ് ഇവൻ ചോദിക്കുന്നത്, അതിന് ഞാൻ എന്തുള്ളൂ, എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നത്. മിസ്രയീമിൽ പോയി ഇസ്രായേലിനെ വിടുവിപ്പാൻ മാത്രം ഞാൻ എന്തുള്ളൂ എന്ന ചിന്തയായിരുന്നു ഒന്നാമത്തെ ഒഴികഴിവ്. അതുകൊണ്ട് തന്നെ മോശെ ഫറവോന്റെ മുന്നിൽ പോകുവാൻ പറ്റാത്തതിന് 4 കാരണങ്ങൾ യഹോവയോട് സമർപ്പിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. പുറപ്പാട്ട് പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ 4 കാരണങ്ങൾ കാണുന്നു. ഒന്നാമത്തെ കാരണം നാം 3-ാമത്തെ അധ്യായത്തിലാണ് പഠിക്കുന്നത്.
അതിനു മാത്രം ഞാൻ എന്തുള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയും ദൈവത്തോടുള്ള ആ ചോദ്യവും അത് ഒന്നാമത്തെ കാരണമാണ്. നമുക്ക് രണ്ടാമത്തെ കാരണം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലാണ് നാം പഠിക്കുന്നത്. രണ്ടാമത്തെ കാരണം പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിന് മോശെ അവർ എന്നെ വിശ്വസിക്കാതെയും എൻ്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ജനം ഒരിക്കൽ പരാജയപ്പെട്ട് വീണ്ടും ചെല്ലുമ്പോൾ എൻ്റെ വാക്ക് കേൾക്കുകയില്ല. അതായത് ഇസ്രായേൽ ജനത്തെ ആദ്യം ഒന്ന് സഹായിപ്പാനായിട്ട് മോശ ശ്രമിച്ചതാണ്. അവിടെ പക്ഷേ മോശ പരാജയപ്പെട്ടു പോയി. ആ പരാജയത്തിൽ നിന്നുകൊണ്ട് തന്നെ വീണ്ടും മോശ അവരെ സഹായിക്കാനായിട്ട്, അവരെ വിടുവിക്കാനായിട്ട് ചെല്ലുമ്പോൾ മോശയുടെ വാക്ക് ഈ എബ്രായ ജനം കേൾക്കുമോ, അത് അനുസരിക്കുമോ എന്ന് മോശയ്ക്ക് അവിടെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്, യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്നും പറയുമെന്ന് മോശ ദൈവത്തോട് പറയുകയാണ്. അപ്പോൾ യഹോവ മോശയ്ക്ക് 3 അത്ഭുതങ്ങൾ അവിടെ നൽകുന്നുണ്ട്. ഒന്ന്, നിന്റെ കയ്യിൽ ഇരിക്കുന്ന വടി നിലത്തേക്കിടാൻ മോശയോട് കൽപ്പിച്ചു. മോശ വടി നിലത്തിട്ടപ്പോൾ ആ വടി സർപ്പമായി തീർന്നു. പക്ഷെ മോശ എന്ത് ചെയ്തു? അതിനെ കണ്ട് ഓടി മാറിയപ്പോൾ യഹോവ മോശയോട് പറയുക, അതിന് നിന്റെ കൈ നീട്ടി അതിൻ്റെ വാലിൽ പിടിക്കാൻ പറഞ്ഞപ്പോൾ മോശ അപ്രകാരം ചെയ്തപ്പോൾ ആ സർപ്പം എന്തായിട്ട് മാറി? വീണ്ടും വടിയായിട്ട് മാറി. അത് മോശയ്ക്ക് ദൈവം കൊടുത്ത ഒന്നാമത്തെ അത്ഭുതം, അനുഗ്രഹം. രണ്ടാമത്, യഹോവ മോശയോട് പറഞ്ഞു, നിന്റെ കൈ മാർവിടത്തിൽ ഇടുക എന്ന് പറഞ്ഞു. മോശ അപ്രകാരം ചെയ്തു. കൈ വെളിയിലെടുത്തപ്പോഴത്തേക്കിനും ഹിമം പോലെ വെളുത്ത് കുഷ്ഠമുള്ളതായി കണ്ടു. അപ്പോഴും മോശ ഒന്ന് വിഷമിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക, നിന്റെ കൈ ആ മാർവിടത്തിലേക്ക് ഇടുക എന്ന് പറഞ്ഞപ്പോൾ മോശ വീണ്ടും അപ്രകാരം ചെയ്തപ്പോൾ മോശയുടെ പഴയ പോലത്തെ മാംസമുള്ള കൈയായിട്ട് മോശയ്ക്കത് ലഭിച്ചു. അപ്പോൾ 2 അടയാളങ്ങൾ ദൈവം ഇവിടെ മോശയ്ക്ക് കൊടുത്തിട്ട് മോശയോട് പറയുക, ആദ്യത്തെ അടയാളം വിശ്വസിച്ചില്ലെങ്കിലും രണ്ടാമത്തെ അടയാളം ഉറപ്പായും അനുസരിച്ച് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ഇത് രണ്ടും വിശ്വസിച്ച് അനുസരിച്ചില്ലെങ്കിൽ മൂന്നാമതൊരു അടയാളം കൂടി ദൈവം അവിടെ കൊടുക്കുകയാണ്. നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്ത് ഒഴിക്കണം, അപ്പോൾ അത് രക്തമായി തീരുമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം ഈ അടയാളങ്ങൾ നൽകി മോശയെ ബലപ്പെടുത്തുമ്പോൾ മോശ മൂന്നാമത്തെ ഒഴുകഴിവും കൊണ്ട് വരികയാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവെ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യം ഉള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. യഹോവ അതിനും പരിഹാരം പറഞ്ഞു. മനുഷ്യന് വായ കൊടുത്തതും എല്ലാവരെയും ഉണ്ടാക്കിയത്, അതായത് വിക്കനെയും ഊമനെയും ബദിരനെയും എല്ലാവരെയും ഉണ്ടാക്കിയതും ഞാനാണ്. ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരുമെന്ന് പറഞ്ഞ് വീണ്ടും മോശയെ അവിടെ ബലപ്പെടുത്തുകയാണ്. അപ്പോഴും മോശ 4-ാമത്തെ ഒഴുകഴിവിലേക്ക് കടക്കുകയാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, കർത്താവെ, നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട് ജ്വലിച്ചു, ലേവ്യനായ അഹരോൻ നിന്നെ സഹായിക്കും, അവൻ നല്ലവണ്ണം സംസാരിക്കുമല്ലോ, അവൻ നിന്നെ അന്വേഷിച്ചു വരുന്നുണ്ട്. ഞാൻ നിന്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരുന്ന് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരുമെന്ന് പറഞ്ഞു. ഇവിടെ നാം കണ്ടതായ 4 ഒഴുകഴിവുകൾ. ഒന്നാമത്തേത്, അതിന് മാത്രം ഞാൻ എന്തുള്ളൂ എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്തേത്, അവരെന്നെ വിശ്വസിക്കുമോ, അവരെന്നെ അനുസരിക്കുമോ, ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നവര് പറയുമെന്നുള്ള ആ ഒരു സംശയം. മൂന്നാമത്തേത്, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണെന്നുള്ള ഒരു കഴിവ്. 4-ാമത്തേത്, മറ്റാരെയെങ്കിലും എനിക്ക് പകരം അയക്കണമേ എന്നുള്ളതായ ഈ 4 ഒഴുകഴിവുകൾ ദൈവത്തിന്റെ വിളിയെ പിന്തുടരാനുള്ള മോശയുടെ മനസ്സില്ലായ്മയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. 4 ഒഴുകഴിവുകൾ കൊണ്ട് ആ മനസ്സില്ലായ്മയെ അവിടെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് മോശ ചെയ്യുന്നത്. എന്നാൽ ദൈവം ആ ഒഴിവുകഴിവുകൾക്കെല്ലാം പരിഹാരവും നൽകുന്നു. വാഗ്ദാനങ്ങളോട് കൂടിയ പരിഹാരങ്ങളാണ് ദൈവം അവിടെ നൽകിയിട്ടുള്ളത്. ഒടുവിൽ മോശ മൗനമായി ആ വിളി ഏറ്റെടുത്ത് സമ്മതിച്ച് മിസ്രൈമിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുൻപായി അമ്മായപ്പൻ്റെ അടുക്കൽ ചെന്ന് അനുവാദവും അനുഗ്രഹവും വാങ്ങി മിസ്രൈമിലേക്ക് പോകുന്നു. ഒപ്പം ദൈവം കൊടുത്തതായ ആ വടിയും കൂടെ കരുതുന്നുണ്ട്. ഈ കഥയുടെ അടുത്ത ഭാഗമാണ് നമുക്ക് വ്യാഴാഴ്ചത്തെ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ആ പാഠഭാഗത്തിന്റെ തലക്കെട്ട് പരിച്ഛേദന എന്നതാണ്. അപ്പോൾ മോശ ഇങ്ങനെ തൻ്റെ കുടുംബവുമായിട്ട് മിസ്രയീം ദേശത്തിലേക്ക് പോകുകയാണ്. ഞാൻ പറഞ്ഞതൊക്കെ അവിടെ ചെന്ന് കാണിക്കണം, പക്ഷേ
ഫറവോൻ ജനത്തെ വിടുകയില്ല എന്ന് ദൈവം നേരത്തെ തന്നെ മോശയോട് പറയുന്നുണ്ട്. മോശയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നതായ 3 അടയാളങ്ങളുണ്ട്. പറഞ്ഞ് ഇസ്രായേൽ മക്കളോട് പറയേണ്ടതായ കൽപ്പനകളുണ്ട്. ഇസ്രായേലിലെ മൂപ്പന്മാരോട് പറയേണ്ടതായ കൽപ്പനകളുണ്ട്. അവരെ അറിയിക്കേണ്ടതായ പല പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം വഹിച്ചുകൊണ്ട് മോശ മിസ്രയീമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇസ്രയേൽ എൻ്റെ പുത്രനാണ്. വീണ്ടും ഇസ്രയേലിനോട് ഫറവോനോട് പറയാനായിട്ട് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന കാര്യം ഇതാണ്: ഇസ്രയേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദ്യജാതനാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് കൽപ്പിക്കുന്നുവെന്ന് ഫറവോനോട് പറയണമെന്നും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അഥവാ ഇനി വിട്ടയച്ചില്ലെങ്കിൽ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയുമെന്നും പറയണമെന്ന് ഫറവോനോടുള്ള കൽപ്പനയും മോശയുടെ അടുത്ത് കൈവശം കൊടുത്തു വിടുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി മോശ പോകവേ ഒരു സത്രത്തിൽ വെച്ച് യഹോവ അവനെ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ ഭാര്യയായ സിപ്പോറ ഒരു കൽക്കത്തി എടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് അവൻ്റെ കാൽക്കലിട്ടു. എന്നിട്ട് നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊല്ലാൻ വന്ന ആ ശക്തി അവനെ വിട്ട് ഒഴിഞ്ഞുപോയി. പിന്നീട് അഹരോനും മോശയും ഒന്നിക്കുന്നു. യഹോവ മോശയോട് പറഞ്ഞതേൽപ്പിച്ചതൊക്കെയും മോശ അഹരോനോട് പറഞ്ഞ് അറിയിക്കുന്നു. ദൈവം തങ്ങളെ ഏൽപ്പിച്ചതായ ആ ദൗത്യത്തിന് മനസ്സൊരുക്കി രണ്ടുപേരും അങ്ങനെ ദൈവത്തിൻ്റെ സന്ദേശവുമായിട്ട് കൽപ്പനകളുമായിട്ട് മിസ്രയീമിലേക്ക് പോവുകയാണ്. മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിനും ഒരു ജനനേതാവ് എന്ന നിലയിൽ അവരെ അനുസരണയുള്ളവരാക്കി മാറ്റാനുള്ള യോഗ്യത നേടേണ്ടതിനുമായി മോശ ദൈവത്തിന് പൂർണ്ണമായും കീഴ്പ്പെടേണമായിരുന്നു. ദൈവജനത്തിന് മാതൃകയായി തീരണമായിരുന്നു. ഇവിടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അതായത് സത്രത്തിലേക്ക് പോകുന്ന വഴി അവരുടെ യാത്രാമധ്യേ ഈ മോശയെ കൊല്ലുവാനായിട്ട് ഒരു ദൂതൻ ഭാവിച്ചപ്പോൾ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സിപ്പോറ തൻ്റെ മകന്റെ പരിച്ഛേദന ചെയ്ത് ആ അഗ്രചർമ്മം രക്തം കൊണ്ട് അഗ്രചർമ്മത്തിലെ രക്തം കൊണ്ട് മോശയെ സ്പർശിച്ചപ്പോൾ മോശയെ ഇല്ലാതാക്കുവാൻ വന്ന ശക്തി അവനെ വിട്ടൊഴിഞ്ഞു പോയി എന്ന് നമ്മൾ പഠിച്ചു. കഥയുടെ ഈ ഭാഗത്ത് വ്യക്തമാകുന്ന വിഷയം പരിച്ഛേദനയാണ്. അബ്രാഹാമിക ഉടമ്പടി പ്രകാരം മോശയുടെ ഇളയ മകൻ പരിച്ഛേദന ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. പരിച്ഛേദന ഏറ്റ രക്തം പാപപരിഹാരത്തെയും ജീവനെയും ഉടമ്പടി മുദ്രയെയും പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് ആ ഒരു പരിച്ഛേദന എന്ന് പറയുന്നത് അന്നത്തെ വാഗ്ദത്തക്കാലം പ്രകാരം പ്രധാനപ്പെട്ടതായിരുന്നു. മോശയെ ഞെട്ടിപ്പിച്ച ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു അവനെ കൊല്ലാനെത്തിയ ആ ദൂതൻ. അബ്രഹാമിക ഉടമ്പടി പ്രകാരം ദൈവത്തിന്റെ ആവശ്യതകളിൽ ഒന്ന് താൻ അവഗണിച്ചുവെന്ന് മോശയ്ക്ക് ഓർമ്മിക്കുവാനുള്ള ഒരു അവസരമായിരുന്നു അത്. ഇളയ മകന്റെ പരിച്ഛേദന മോശ അവഗണിച്ചതായിരുന്നു. അതൊരു പക്ഷേ ദൈവജനത്തിന്റെ മേലുള്ള ദൈവിക പ്രമാണങ്ങളുടെ ശക്തി കുറയ്ക്കാൻ കാരണമാകുമായിരുന്നു. തന്റെ ഭർത്താവ് കൊല്ലപ്പെടുമെന്ന് ഭയന്ന് സിപ്പോറ സ്വയം ആ ചടങ്ങ് അവിടെ നിർവഹിക്കുകയാണ്. തുടർന്ന് ദൂതൻ മോശയ്ക്ക് വഴി കൊടുത്തു. അവർ യാത്ര തുടരുകയാണ്. അതായത് ആ കൊല്ലാൻ വന്ന ആ ഭാഗമാണ് അവിടെ വിശദീകരിച്ചത്. ആ കൊല്ലാൻ വന്ന ആ സമയത്ത് മകന്റെ പരിച്ഛേദന മോശ അവഗണിച്ചത് സിപ്പോറ ഓർത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ സിപ്പോറ മകന്റെ പരിച്ഛേദന അവിടെ ചെയ്തുകൊണ്ട് ആ രക്തത്താൽ അവിടെ പാപപരിഹാരവും ആ ഉടമ്പടി മുദ്രയും ഒക്കെ അവിടെ കൊണ്ടുവരികയാണ്. അങ്ങനെ അവര് ആ പരിഹാരം ചെയ്തതുകൊണ്ട്, ആ പരിച്ഛേദന എന്ന ആ പ്രാധാന്യമായ ആ പ്രക്രിയ അവിടെ ചെയ്തതുകൊണ്ട് മോശയെ കൊല്ലുവാനായിട്ട് ഭാവിച്ച ആ ദൂതനിൽ നിന്നും സിപ്പോറ മോശയെ അവിടെ രക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു ഇളയ മകന്റെ പരിച്ഛേദന എന്ന പ്രധാന ഉടമ്പടി അവഗണിച്ചതിനാൽ ഫറവോനോടുള്ള തൻ്റെ ദൗത്യത്തിൽ മോശ ഒരു വലിയ അപകടം നേരിടേണ്ടതായിരുന്നു. എന്നാൽ വിശുദ്ധ ദൂതന്റെ കൃത്യമായ ഇടപെടൽ മൂലം മോശയ്ക്ക് ജീവൻ അവിടെ തിരിച്ചു കിട്ടുന്നു. പ്രിയമുള്ളവരെ, നമ്മളും ദൈവത്തോടുള്ള പല കാര്യങ്ങളും അവഗണിക്കുമ്പോൾ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലായി പോകും. പക്ഷേ വിശുദ്ധ മാലാഖമാരുടെ സംരക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് ജീവൻ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ കടമകളെ, ദൈവത്തോടുള്ള നമ്മുടെ കടമകളെ അവഗണിച്ച് നമുക്ക് ജീവിക്കുവാനാവില്ല. ആ ജീവിതം സുരക്ഷിതവും ആയിരിക്കില്ല. ആയതിനാൽ നാം ദൈവത്തോടുള്ള നമ്മുടെ കടമകളെ നിറവേറ്റണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ പാഠത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം. കത്തുന്ന മുൾപ്പടർപ്പിന് മുൻപിൽ മോശയ്ക്ക് പകരം നമ്മളെ നാം സങ്കല്പിക്കുക. മോശയെപ്പോലെ ഒഴുകഴിവ് പറയുമോ, അതോ ആ വിളി സ്വീകരിക്കുമോ? നമുക്ക് ചിന്തിക്കാം.
മോശെ ഒരു കഴിവ് പറഞ്ഞു എങ്കിലും വാഗ്ദത്തത്തോടുകൂടിയ പരിഹാരത്താൽ ദൗത്യം ഏറ്റെടുക്കുന്നു. ഒരുപക്ഷെ ആ വിളി മോശെ ഏറ്റെടുത്തില്ലായിരുന്നു എങ്കിൽ അവന് എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ വിളി മോശ സ്വീകരിച്ചതുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയാൽ ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമാകാതെ മാറ്റപ്പെടേണ്ടതിന് പകരം ബൈബിൾ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും ഇന്ന് മോശ ഇടം നേടിയിരിക്കുന്നു. അന്ന് ദൈവം മോശയെ വിളിച്ചതുപോലെ ഇന്ന് നമ്മളെയും വിളിച്ചിരിക്കുന്നു. നാം ആ വിളി സ്വീകരിക്കണം. അത് പക്ഷേ ചരിത്രത്തിൽ ഇടം നേടാനല്ല, പിന്നെയോ കർത്താവായ യേശുക്രിസ്തു മേഘാരൂഢനായി വീണ്ടും വരുമ്പോൾ അവനോടൊപ്പം നിത്യതയിൽ ചേർക്കപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ അംശികളായി തീരുവാൻ നാം തീർച്ചയായും ദൈവവിളി സ്വീകരിച്ചേ മതിയാകൂ. ദൈവവിളി കേട്ട് ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മോശയെപ്പോലെ അനുസരണമുള്ളവനായി ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുവാൻ, നിത്യതയിൽ ദൈവരാജ്യത്തിന് അംശികളായി മാറുവാൻ തീരുവാൻ ഈ പാഠഭാഗം ഏവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയോടെ അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ നല്ല നിമിഷത്തിൽ കർത്താവേ സ്തോത്രം. പാപികളും ദോഷികളുമായ അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന പശ്ചാസ്തോത്രം. അടിയങ്ങൾക്ക് നല്ലൊരു പാഠപഠനം തന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പശ്ചാസ്തോത്രം. അടിയനെ ബലപ്പെടുത്തിയ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പശ്ചാസ്തോത്രം. ഹല്ലേലൂയ. പാഠം കേട്ട അടിയങ്ങൾ കർത്താവേ സ്തോത്രം താഴ്മയും എളിമയും ഉള്ളവരായി അയോഗ്യരാണെന്നുള്ള ആ ഒരു ബോധത്തോടുകൂടി സ്വന്തം രക്തത്താൽ ഞങ്ങളെ യോഗ്യരാക്കി തീർത്തു എന്നുള്ള ആ ഒരു പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പശ്ചാസ്തോത്രം. ദൈവവിളി കേട്ട് ദൈവഹിതം തിരിച്ചറിഞ്ഞ് കർത്താവേ സ്തോത്രം അവിടുത്തെ മുഖം നോക്കി ജീവിപ്പാൻ ദൈവരാജ്യത്തിൻ്റെ അംശികളായി തീരുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കൂടെ ഇരുന്നവൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി അവിടുന്ന് വേഗം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ബഹുദൂതരുമായി മേഘത്തേരതിൽ